Hi, good morning all. Today we are going to continue the chapter Research Design and discussing the topic Concepts relating to Research Design. There are various concepts which are relating to research. അപ്പോൾ റിസർച്ച് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് എന്താ കുറച്ച് കൺസെപ്റ്റ് അല്ലെങ്കിൽ ടെർമിനോളജീസ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിൽ. ഫസ്റ്റ് വൺ ഈസ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഹിയർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് എന്താ വേരിയബിൾസ് എന്ന ടോപ്പിക്സിൽ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. Dependent variable means the variable which depend on another variable is known as dependent variable. ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ that type of variable is known as dependent variable. Then otherwise the variable which influences another variable or other variable is known as independent variable. മറ്റൊരു വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെയാണ് എന്താ പറയുക ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ദ സെയിൽ ഓഫ് ഐസ്ക്രീം അല്ലേ ഇൻ സമ്മർ. അപ്പം സമ്മർ വിൻ്റർ ഈ ഒരു സീസൺ വൈസിൽ എന്താണ് ഐസ്ക്രീമിൻ്റെ സെയിൽ ഒന്നിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ വിൻ്റർ സീസണിലാണെങ്കിൽ ഐസ്ക്രീമിൻ്റെ സെയിൽ കുറയാം, അതേപോലെ തന്നെ സമ്മറിലാണ് ഐസ്ക്രീമിൻ്റെ സെയിൽ കൂടും. സോ ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദ സെയിൽ ഓഫ് ഐസ്ക്രീം ഡിപ്പെൻഡ് അപ്പോൺ ദി സീസൺ. ദെൻ നെക്സ്റ്റ് വൺ എക്സ്ട്രാനിയസ് വേരിയബിൾ. Independent variable that are not related to the purpose of the study but may affect the dependent variable are termed as extraneous variable. നമ്മൾ പറഞ്ഞു ഇപ്പോൾ തന്നെ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ ഐസ്ക്രീമിൻ്റെ സെയിലിന് വിൻ്റർ അല്ലെങ്കിൽ ആ സീസൺ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്. സോ സീസൺ എന്ന് പറയുന്ന ഒരു വൺ ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അതിൽ കൂടാതെ ബാക്കി അതർ ഫാക്ടേഴ്സ് എന്താണ് ഐസ്ക്രീമിൻ്റെ സെയിൽസിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ഇപ്പം ആ ഒരു ഏരിയയിൽ ഡിസീസ് എന്തെങ്കിലും രോഗങ്ങൾ പിടിപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ സമ്മർ ആയാലും വിൻ്റർ ആയാലും എന്താണ് ഐസ്ക്രീമിൻ്റെ സെയിൽസിനെ ബാധിക്കും. ഇനി അതുമല്ല ആ ഒരു പർട്ടിക്കുലർ കമ്പനീൻ്റെ മാർക്കറ്റിംഗ് ആസ്പെക്ട്സിനെ വെച്ച് നോക്കിയാൽ അവർ ഡള്ളാണ് മാർക്കറ്റിംഗ് ഏരിയയിലോട്ട് കടന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ് അവരുടെ ഐസ്ക്രീമിൻ്റെ സെയിൽ അഫക്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട് ദാറ്റ് അഫക്റ്റ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. സോ വൺ ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പം ഐസ്ക്രീമിനെ ദ സീസൺ എന്നൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ ഒരു അവർ സ്റ്റഡീസിന്. അത് കൂടാതെ ബാക്കി അതർ വേരിയബിൾസ് ഉണ്ട്. സോ അങ്ങനെയുള്ള ബാക്കിയുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയാണ് എന്താ പറയുക എക്സ്ട്രാനിയസ് വേരിയബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തന്നെയാണ്. ദർ ആർ നോട്ട് റിലേറ്റഡ് ടു ദ പർപ്പസ് ഓഫ് ദ സ്റ്റഡി. നമ്മുടെ സ്റ്റഡീസിൻ്റെ പർപ്പസിന് അതിന് ആവശ്യമില്ല. ബട്ട് മേ അഫക്റ്റ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. പക്ഷേ എന്നോർത്തുകൊണ്ട് ആ സ്റ്റഡിക്ക് ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് അതെന്താണ് അഫക്റ്റ് ചെയ്യാതിരിക്കുന്നത്. അഫക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ സ്റ്റഡീസിന് അതിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ആ ടേംഡ് ആസ് എക്സ്ട്രാനിയസ് വേരിയബിൾ. ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ ഡിസീസ് അവിടെ എന്തെങ്കിലും പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ സ്റ്റഡീസിന് എന്താണ് സീസണും ഐസ്ക്രീമിൻ്റെ സെയിലും മാത്രമേ എടുക്കുന്നുള്ളൂ. സോ അങ്ങനെയുള്ള വേരിയബിൾസാണ് എന്താ പറയുക എക്സ്ട്രാനിയസ് വേരിയബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് എന്ത് control. The technical term control is used when we design the study in a manner which minimizes the effect of extraneous variables. നമ്മൾ പറഞ്ഞ എക്സ്ട്രാനിയസ് വേരിയബിൾ ഏതൊക്കെയാണ്? അപ്പം കൺട്രോൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാനിയസ് വേരിയബിളിൻ്റെ ഇൻഫ്ലുവൻസ് അതിൻ്റെ ഇടപെടൽ കുറയ്ക്കുന്നതിനെയാണെന്ന് പറയുക കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The technical term control is used എപ്പോഴാണ് യൂസ് ചെയ്യുക when we design the study in a manner which minimize the effect of extraneous variable. മറ്റ് എക്സ്ട്രാനിയസ് വേരിയബിളിൻ്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന കോൺസിക്വൻസസ് ആ ഇഫക്റ്റ് കുറച്ചുകൊണ്ടാണ് നമ്മുടെ സ്റ്റഡി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ then we can call it is a control research design. ഒരു കൺട്രോളുള്ള റിസർച്ച് ഡിസൈനാണ് നമുക്ക് പറയാം. അപ്പോൾ എക്സ്ട്രാനിയസ് വേരിയബിളിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക്
മിനിമൈസ് ചെയ്യാൻ പറ്റിയാൽ that research is known as controlled research. Okay. The next ആണ് confounded relationship. When the dependent variable is not free from the influence of extraneous variable, the relationship between the dependent and independent variable is said to be confounded by an extraneous variable. എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലെ റിലേഷൻഷിപ്പിനെയാണെന്ന് പറയുക എക്സ്ട്രാനിയസ് വേരിയബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, വെൻ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് നോട്ട് ഫ്രീ ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്ട്രാനിയസ് വേരിയബിൾ. ഒരു വേരിയബിൾ എന്താണ് എക്സ്ട്രാനിയസ് വേരിയബിളിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് ഫ്രീ അല്ല, മീൻസ് എന്താണ് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് സെഡ് ടു ബി കൺഫൗണ്ടഡ് ബൈ ആൻ എക്സ്ട്രാനിയസ് വേരിയബിൾ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഒരു എക്സ്ട്രാനിയസ് വേരിയബിളുമായിട്ട് എന്താ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു വേരിയബിളിൻ്റെ സ്റ്റഡീസ് എക്സ്ട്രാനിയസ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലൊരു കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണെന്ത് റിസർച്ച് ഹൈപ്പോത്തസിസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് എന്താണ് ഹൈപ്പോത്തസിസ്, നിങ്ങൾ പഠിച്ച കാര്യമാണ്. വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്, നൾ ഹൈപ്പോത്തസിസ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, അങ്ങനെ പഠിച്ചതാണ്. സോ റിസർച്ച് ഹൈപ്പോത്തസിസ് എന്നൊരു ടേം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. വെൻ എ പ്രഡിക്ഷൻ ഈസ് ടു ബി ടെസ്റ്റഡ് ബൈ സയൻറ്റിഫിക് മെത്തേഡ്സ് ഇറ്റ് ഈസ് ടേംഡ് ആസ് റിസർച്ച് ഹൈപ്പോത്തസിസ്. എന്താണ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞാൽ അസംഷൻ ഓർ പ്രഡിക്ഷൻ ആണ്, ലോജിക്കൽ അസംഷനെയാണ് എന്ത് പറയുക ഹൈപ്പോത്തസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വെൻ ദ പ്രഡിക്ഷൻ ഈസ് ടു ബി ടെസ്റ്റഡ്, നമ്മുടെ പ്രഡിക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ലോജിക്കലായ അസംഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ യൂസിങ് സയൻറ്റിഫിക് മെത്തേഡ്സ്, ആ സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രഡിക്ഷൻ ടെസ്റ്റിന് വിധേയമാക്കിയാൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് റിസർച്ച് ഹൈപ്പോത്തസിസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അതൊരു റിസർച്ച് ഹൈപ്പോസിനെ അവിടെ റിസർച്ച് ചെയ്തു എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് നോൺ ആസ് റിസർച്ച് ഹൈപ്പോത്തസിസ്. ദെൻ നെക്സ്റ്റ് വൺ എക്സ്പെരിമെൻ്റൽ ആൻഡ് നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച്. രണ്ട് തരം ടെസ്റ്റിംഗ് റിസർച്ചുകളാണ്, രണ്ട് തരം ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഒന്ന് എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ചും മറ്റൊന്ന് നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ചുമാണ്. നോക്കാം. When the purpose of research is to test a research hypothesis, it is termed as a hypothesis testing research. ഒരു റിസർച്ചിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ടെസ്റ്റ് ദ റിസർച്ച് ഹൈപ്പോസിസ്. എന്താണോ ഹൈപ്പോസിസ്, ആ റിസർച്ചിൻ്റെ ഹൈപ്പോസിസ് ടെസ്റ്റ് ചെയ്യുക എന്നാണെങ്കിൽ then we can termed as ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് റിസർച്ച്. അതൊരു ഹൈപ്പോസിസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റിസർച്ച് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. റിസർച്ച് ഇൻ വിച്ച് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് മാനിപ്പുലേറ്റഡ് ഈസ് ടേംഡ് ആസ് എക്സ്പെരിമെൻ്റൽ ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് റിസർച്ച്. എന്താണ് ഒരു റിസർച്ചിൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയാൽ, മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്പെരിമെൻറ്റിന് വിധേയമാക്കി അതിനെ ഒരു കൺട്രോൾ ഒരു സിറ്റുവേഷനിൽ സറൗണ്ട് ചെയ്ത് നമുക്ക് വിധേയമാക്കി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് പറയാം, ഇറ്റ്സ് ആൻ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്ന് പറയാൻ പറ്റും. വെൻ ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് മാനിപ്പുലേറ്റഡ് ഇറ്റ് ഈസ് ടേംഡ് ആസ് എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച്. അവിടെ എന്ത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗാണ് നടക്കുക, എക്സ്പെരിമെൻ്റലാണ്. നമുക്ക് എന്താണ് അവിടെ മാനിപ്പുലേഷൻ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് യോജിച്ച പോലെ അതിൻ്റെ ആ വേരിയബിളിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് നമ്മുടെ റിസർച്ചിൻ്റെ ഹൈപ്പോത്തസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് റിസർച്ച് ഈസ് നോൺ ആസ് എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്ന് പറയാൻ പറ്റും. ഇൻ അതർ വേർഡ്സ് or in other terms, the research in which the independent variable is not manipulated is called non-experimental hypothesis testing research. വൈസ് വേഴ്സ നമുക്ക് പറയാൻ പറ്റും, ഇനി അങ്ങനെയല്ല, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതെങ്ങനെയാണോ അത് അങ്ങനെ തന്നെ സിറ്റുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ റിസർച്ചിന് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ ദാറ്റ് ടൈപ്പ് ഈസ് നോൺ ആസ്
നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് റിസർച്ച്. ഇവിടെ എന്താണ്, നമുക്ക് മാനിപ്പുലേഷൻ പോസിബിൾ അല്ല, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ സോ ദാറ്റ് type is known as non-experimental hypothesis testing research. The next term or the concept is experimental and control group. There are two groups. First one experimental group and next one control group. Okay. In an experimental hypothesis testing research, മുമ്പ് പഠിച്ചാണ് എന്താണ് എക്സ്പെരിമെൻ്റൽ ഹൈപ്പോസിസ് ടെസ്റ്റിംഗ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എക്സ്പെരിമെൻ്റൽ ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് റിസർച്ച്. അതിൽ വെൻ എ ഗ്രൂപ്പ് ഈസ് എക്സ്പോസ്ഡ് ടു യൂഷ്വൽ കണ്ടീഷൻസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് എ കൺട്രോൾ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് എങ്ങനെയാണോ അതങ്ങനെ തന്നെ സിറ്റുവേറ്റ് ചെയ്തുകൊണ്ടാണ് എങ്കിൽ ദാറ്റ് ഈസ് ടേംഡ് ആസ് എ കൺട്രോൾ ഗ്രൂപ്പ്. അതിനെന്ത് പറയാം, കൺട്രോൾ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാം. The next one, the group which is exposed to some novel or special conditions is termed as experimental group. സ്പെഷ്യൽ കണ്ടീഷനോട് കൂടിയാണ് നമ്മൾ അതിനെ ആ ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാനേ, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്നും പറയാം. രണ്ട് തരം ഗ്രൂപ്പ്സ് ആണ്, ഒന്ന് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ഒന്ന് കൺട്രോൾ ഗ്രൂപ്പും. യൂഷ്വൽ കണ്ടീഷനിൽ നോർമലി എങ്ങനെയാണോ അതങ്ങനെ തന്നെയാണെങ്കിൽ അതിനെന്താ പറയുക, കൺട്രോൾ ഗ്രൂപ്പ് എന്നും. ഇനി അതുമല്ല എന്താ സ്പെഷ്യൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ അതൊക്കെ പോസിബിൾ ആക്കിക്കൊണ്ടാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് പറയാം, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്നും നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എക്സ്പെരിമെൻറ്റ്? The process of examining the truth of a statistical hypothesis relating to some research problem is known as an experiment. എന്താണ്, ഒരു ഹൈപ്പോസിസിൻ്റെ ട്രൂത്ത് എക്സാമിൻ ചെയ്യുന്ന ആ എൻറ്റയർ പ്രോസസ്സിനെയാണെന്ന് പറയുക എക്സ്പെരിമെൻ്റ് എന്ന് പറയാം. ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നതിനോടെ എന്താ നമുക്ക് മനസ്സിലാവും, ആക്ച്വലി അതെന്താണ്, ആ ട്രൂത്താണ് നമ്മൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. സോ ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ ട്രൂത്ത്, ആ ട്രൂത്ത് എന്താണ് അതിൻ്റെ സത്യം എന്ന് എക്സാമിൻ ചെയ്യുക. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോസിസിൻ്റെ ട്രൂത്താണ് ഇവിടെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. റിലേറ്റിംഗ് ടു സം റിസർച്ച് പ്രോബ്ലം, അത് എക്സാമിൻ ചെയ്യുന്ന എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കും, നമ്മൾ എന്ത് പ്രോബ്ലം അല്ലെങ്കിൽ എന്ത് റിസർച്ച് പ്രോബ്ലം ആണോ നമ്മൾ സെലക്ട് ചെയ്ത് അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈപ്പോസിസിൻ്റെ ട്രൂത്ത് എക്സാമിൻ ചെയ്യുന്ന എൻറ്റയർ പ്രോസസ്സിനെയാണെന്ന് പറയുക എക്സ്പെരിമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്ത് കൺസെപ്റ്റ്സുകളാണ്. ആ ഒരു കൺസെപ്റ്റുകൾ റിസർച്ച് ഡിസൈനുമായി കൺട്രോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിസർച്ച് ഡിസൈനിൻ്റെ വ്യൂ പോയിൻ്റിലാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.